ഹലോ. പച്ചക്കറികളും പൂച്ചെടികളൊക്കെ വളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതെന്നാണ് വളം. എന്തെങ്കിലുമൊക്കെ വളപ്രയോഗം നടത്തിയാലേ ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് പച്ചക്കറിയായും പൂക്കളായൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഒരു ചിലവില്ലാതെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള വേസ്റ്റ് കൊണ്ട് മാത്രം ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന 6 തരം വളം ആക്കിയെടുക്കുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലുള്ളത്. ഫിഷ് അമിനോ ആസിഡ് വീട്ടിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസർ, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഫിഷ് അമിനോ ആസിഡ്. മത്തി അഥവാ ചാള പോലുള്ള മത്സ്യം, പിന്നെ ശർക്കര പൊടിച്ചത്, ഈ രണ്ട് കാര്യം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത മത്തി അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് എടുത്ത് അതേ തുല്യ അളവിൽ ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ലെയർ ബൈ ലെയർ ആയിട്ട് വെള്ളം ചേർക്കാതെ അടച്ചുറപ്പുള്ള പാത്രത്തിൽ വെക്കണേ. ഞാനിവിടെ മത്തി വെട്ടിയ വേസ്റ്റാണ് എടുത്തത്. ആദ്യം ശർക്കര പൊടിച്ചിട്ടിട്ട് അതിനുശേഷം മീൻ വേസ്റ്റ് ഇട്ട് അങ്ങനെ മാറി മാറി കുപ്പി നിറച്ചെടുത്തു. ഏറ്റവും മുകളിലും ശർക്കര തന്നെയാണ് ചേർത്ത് കൊടുത്തത്. തണലുള്ള ഭാഗത്ത് 20 ദിവസം ഇങ്ങനെ അടച്ചു വെക്കണം. ഇടയ്ക്കൊക്കെ പാത്രം തുറക്കാതെ ഒന്ന് കുലുക്കി കൊടുക്കാവേ. 20 ദിവസം കഴിഞ്ഞ് അതൊന്ന് അരിച്ചെടുക്കണേ. യാതൊരു ദുർഗന്ധമില്ല കേട്ടോ. ശർക്കരയുടെ മണമാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. ഇത് അരിച്ചെടുക്കുമ്പോൾ കാണാം മീൻ വേസ്റ്റ് ആണെന്ന് പറയത്തേ ഇല്ല, നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അരിച്ചെടുത്ത ഫിഷ് അമിനോ ആസിഡ് ഒരു കുപ്പിയിലാക്കി അടച്ചു വയ്ക്കാം. കീടനിയന്ത്രണത്തിനും പച്ചക്കറികൾ പൂവിടുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന ജൈവ കീടനാശിനിയാണിത്. ഞാനിത് നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കാം. അതും വൈകുന്നേര സമയങ്ങളിലാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതേപോലെ ഇത് എടുക്കുന്ന അളവ് കൂടിപ്പോയാലും പ്രശ്നമാണ്, ചെടി പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോവും. പച്ചക്കറികളിലെ കീടനിയന്ത്രണത്തിനും പൂക്കാനും കായ്ക്കാനൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഫിഷ് അമിനോ ആസിഡ്. ഈ വേനൽ സമയത്ത് നമുക്ക് ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒന്നാണ് കരിയില. ഒരു ബക്കറ്റോ ചണച്ചാക്കോ ഉണ്ടെങ്കിൽ കരിയില കമ്പോസ്റ്റ് ആക്കി എടുക്കാം. ഒരു പഴയ ബക്കറ്റ് എടുത്ത് അതിൻ്റെ താഴെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ശീമക്കൊന്നലയാണ് ഇട്ട് കൊടുത്തത്. പച്ചപ്പുല്ലായാലും മതി. അത് കഴിഞ്ഞ് കരിയില, കിച്ചൺ വേസ്റ്റ്, മണ്ണ്, അങ്ങനെ ഓരോ ലെയർ ആക്കി ഇട്ട് കൊടുക്കണേ. പിന്നെ വേഗത്തിൽ കരിയില കമ്പോസ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് പച്ചച്ചാണകം കലക്കിയ വെള്ളം കൂടി ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കുറച്ച് മണ്ണ് കൂടി ചേർത്ത് ഒരു ഗ്രീൻ നെറ്റ് കൊണ്ട് ബക്കറ്റ് കവർ ചെയ്ത് കൊടുത്തേ. ഇനി തണലുള്ള സ്ഥലത്ത് കൊണ്ടു വെക്കണം. എങ്ങനെ നോക്കിയാലും ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഇത് കമ്പോസ്റ്റ് ആയി കിട്ടത്തല്ലേ. ഇടയ്ക്ക് ബക്കറ്റ് തുറന്ന് കിച്ചൺ വേസ്റ്റും ചാണകവെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നേ. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബക്കറ്റ് നിറച്ചുണ്ടായിരുന്ന കരിയില കമ്പോസ്റ്റായി വന്നപ്പോഴത്തേക്കും അതിൻ്റെ പകുതിയായിട്ടുണ്ട്. കിച്ചൺ വേസ്റ്റ് ഇട്ടുകൊണ്ട് എന്തൊക്കെയോ ഇടയ്ക്ക് കിളിർത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. ചെടികളുടെ വളർച്ച സമയത്ത് ചേർത്ത് കൊടുക്കാവുന്ന ഒരു നല്ല ജൈവവളമാണ് കരിയില കമ്പോസ്റ്റ്. ഇനി കരിയില കൂടുതലുള്ളപ്പോൾ തൂത്തുവാരി കത്തിച്ച് കളയാതെ ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കി വെക്കാട്ടോ. മുട്ടത്തോട് വെറുതെ കൈകൊണ്ട് ക്രഷ് ചെയ്ത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിൽ നല്ലതാണ് പൊടി രൂപത്തിലാക്കി കൊടുക്കുന്നത്. മുട്ടത്തോടിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് വെള്ളം വെച്ചൊന്ന് കഴുകിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാറുണ്ട്. ഓരോ തവണ ഉണക്കി വെച്ച ശേഷം അത്യാവശ്യം ഒരുവിധം ആയിക്കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ മണ്ണും പൊടിയൊക്കെ ആയതുകൊണ്ട് ഒരു കല്ലിൽ വെച്ച് അടിച്ചു പൊടിച്ചാണ് ഞാൻ എടുത്തത്. പച്ചക്കറി ചെടികളിൽ പ്രത്യേകിച്ച് തക്കാളി ചെടിയൊക്കെ പൂ കുത്തി വരുന്ന സമയത്ത് ഇതിട്ട് കൊടുക്കാം. ഈ കായ പിടിച്ചു വരുന്ന സമയത്ത് തക്കാളിയുടെ അടിഭാഗം കറുപ്പ് കയറി വന്ന് ചീഞ്ഞു പോകാറുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണിത്. മുട്ടത്തൊടിയിൽ 95% കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ചെടിയുടെ വേര് പൊട്ടാതെ ചൂടൊന്ന് ഇളക്കിയ ശേഷം ഈ പൊടിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പൂച്ചെടികൾക്കും നല്ലതാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് നമ്മൾ കളയുന്ന ഓരോ ദിവസത്തെ ഉള്ളിത്തോല് കൂട്ടി വെച്ച് ഒരുവിധമായി കഴിയുമ്പോഴത്തേക്കും ബക്കറ്റിലോ പാത്രത്തിലോ ഇട്ട് അത് മുങ്ങിക്കിടയ്ക്കുന്നത്രയും വെള്ളം ഒഴിച്ചെടുക്കണം. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ നല്ല ചുവന്ന നിറത്തിലായിട്ടുണ്ടാകുമേ. ഇത് നേരെ കൊണ്ട് ചെടികൾക്ക് ഒഴിക്കരുത്, കരിഞ്ഞു പോകും. ഇരട്ടിയിലധികം വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം. തേയില വേസ്റ്റ് ഏറ്റവും നല്ലത് പൂച്ചെടികൾക്കാണ്. നല്ല രീതിയിൽ പൂവിടുകയും വളർച്ചയ്ക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കൂട്ടി വെച്ച തേയില വേസ്റ്റ് ഒരു അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പാലിൻ്റെയും പഞ്ചസാരയുടെയൊക്കെ അംശമുള്ളതുകൊണ്ട് ഇത് നേരിട്ട് കൊണ്ടിട്ടാൽ ചെടി നിറച്ചുറുമ്പ് വരുവേ. അതൊഴിവാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് നേരെ വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കിയെടുക്കാം. പിന്നെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും പൂവിടുന്ന ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം.
കഴിച്ചിട്ട് വലിച്ചെറിയുന്ന പഴത്തിലയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെള്ളമൊഴിച്ച് 2 ദിവസം വെക്കണം. പഴത്തിലയിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയൊക്കെ ഉണ്ട്. ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഫലപ്രദം. പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാം. 2 ദിവസം കഴിഞ്ഞ് നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികളൊക്കെ നന്നായിട്ട് വളരാനും കായ്ക്കാനും ഒക്കെ ഇത് മാത്രം മതി എന്നല്ല, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കൊണ്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റാവുന്ന കുറച്ച് വളങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മൾ എന്ത് വളം പ്രയോഗിച്ചാലും വൈകുന്നേര സമയങ്ങളിൽ മാത്രം ചെയ്തു നോക്കണേ. അതും 1-2 ചെടികളിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ബാക്കി എല്ലാ ചെടികൾക്കും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.